75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200 രൂപ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെൻഷൻ കൊടുത്ത കേരളത്തിൽ പെൻഷൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എന്റെ രേഖയുണ്ട്. നിങ്ങൾക്ക് തർക്കിക്കാവോ? ഇല്ലില്ല. അയ്യപ്പദാസിന് തർക്കിക്കാൻ പറ്റില്ല. ശരിയാണ്. അത് ആ പ്രായം കാറ്റഗറിയിലാണ്. നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ പൊതുവായ ക്ഷേമ പെൻഷൻ 1600 എന്ന് പറയുന്ന പോലെ അല്ല. അത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ശരിയാണത്. LDF സർക്കാർ ഇപ്പൊ നോക്കൂ, ഇന്ന് തന്നെ സിപിഎമ്മിന്റെ മുഖപത്രത്തിലെ ആദ്യ പേജിൽ കവർ പേജിൽ 1-ാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം 100 രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയെന്നാണ്. പച്ചനുണയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളോട് ഒരു കണക്ക് പറയാം. BS സർക്കാരിന്റെ കാലഘട്ടത്തിൽ 300 രൂപയാണ് പെൻഷൻ. 13 ലക്ഷം പേർക്കേ പെൻഷനുള്ളൂ. ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് 33 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ. ഞങ്ങളുടെ കൃത്യമായ ധാരണയായിരുന്നു. എന്തായിരുന്നു BS അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ 65 കഴിയണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ പെൻഷൻ ഇല്ല. 3 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം പെൻഷൻ. ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ഉടനെ ഒരു കാര്യം പറഞ്ഞു, 3 ലക്ഷം എന്നുള്ളത് എടുത്തു മാറ്റുകയാണ്. ആൺമക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ആകാം. 65 വയസ്സെന്നുള്ളത് 60 ആക്കുന്നു. എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ. കൂടാതെ ഇങ്ങനെ കൂടി പറഞ്ഞു, ഒരാൾക്ക് 1, 2, 3 പെൻഷൻ ആകാം. 300 രൂപയിൽ നിന്നും 600 രൂപയാക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി 1200 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഞങ്ങളാ കൊടുത്തത്.